ഇഷ്കിമിക് സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് അതിൻ്റെ സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞ് 4.5 മണിക്കൂറിനുള്ളിൽ 4.5 hours ത്രോംബോലൈറ്റിക് ഏജൻ്റായ ആൾട്ടിപ്ലേസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ TPA എന്നൊക്കെ അറിയപ്പെടും കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, സ്ട്രോക്കിൻ്റെ സിംറ്റംസ് തുടങ്ങിയിട്ട് 4.5 മണിക്കൂറിനുള്ളിലാണ്, ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമല്ല. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ 4.5 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇഷ്കിമിക് സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ബ്ലഡ് സപ്ലൈ തലച്ചോറിലോട്ടുള്ളത് കട്ടാവുന്നു അല്ലേ. പ്രധാനമായിട്ട് സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം കരോട്ടിഡ് ആർട്ടറി വഴിയാണ്. അതിൻ്റെ ബ്രാഞ്ചുകൾ പ്രധാനമായിട്ടും മിഡിൽ സെറിബ്രൽ ആർട്ടറി കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന സ്ട്രോക്കിൽ, ഇഷ്കിമിക് സ്ട്രോക്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടറിയാണ്. അപ്പം ഈ ഇതിൻ്റെ ബ്രാഞ്ചുകളിൽ തടസ്സമുണ്ടാകുന്നു, ക്ലോട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിരോമ ഫോർമേഷൻ ഉണ്ടാകുന്നു അല്ലേ. അങ്ങനെ ഒരു ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ട് തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കട്ടായിട്ട് ബ്രെയിൻ സെൽസ് ഡെത്ത് ആവുന്നു. ഓക്കെ, ഇഷ്കീമിയ ഉണ്ടായിട്ട് ബ്രെയിൻ സെൽസ് ഡെത്ത് ആവുന്ന അവസ്ഥയ്ക്കാണ് നമുക്കറിയാം സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ബ്ലഡ് സപ്ലൈ തടസ്സപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയും. ബ്ലീഡിങ് കൊണ്ടുണ്ടാവും, അങ്ങനെ വന്നാൽ അത് ഹെമറേജിക് സ്ട്രോക്ക് എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ത്രോംബോലൈറ്റിക് ഏജൻറ്റിൻ്റെ യൂസ്. ത്രോംബോലൈറ്റിക് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്ന ഡ്രഗാണ് അല്ലേ, ക്ലോട്ടിനെ അലിയിപ്പിച്ച് കളയുന്ന ഡ്രഗാണ്. അതിനകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റാണ് ആൾട്ടിപ്ലേസ് എന്ന് പറയുന്നത്, TPA ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 തൊട്ട് 4.5 മണിക്കൂറിനുള്ളിൽ സിംറ്റം സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിൽ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും ഏകദേശം കണക്ക് പറയുന്ന 20 മില്യൺ അടുത്ത് ന്യൂറോൺസ് ഡെത്ത് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും 20 മില്യൺ അടുത്ത് ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കൊടുത്താൽ അത്രയും പെട്ടെന്ന് ക്ലോട്ടിനെ അലിയിച്ച് കളഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് സപ്ലൈ റീസ്റ്റോർ ചെയ്ത് സ്ട്രോക്കിൽ നിന്ന് റിക്കവറി ആക്കി എടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 3 തൊട്ട് 4.5 മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം കൊടുക്കരുതെന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ റിസ്കിലോട്ട് പോകും. റിസ്ക് എന്താണെന്ന് വെച്ചാൽ ത്രോംബോലൈറ്റിക് ഏജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ ബ്ലീഡിങ്ങിനുള്ള റിസ്ക് വളരെയധികം കൂടുകയും നമുക്ക് ഗുണമൊട്ട് കിട്ടാനും പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 4.5 മണിക്കൂർ ഗോൾഡൻ വിൻഡോ ടൈം എന്നൊക്കെ അറിയപ്പെടും, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ ടൈം എന്നൊക്കെ പറയും ആയിട്ട് അറിയപ്പെടുന്നു. DHA, HAD, MOH, പ്രോമെട്രിക്, എൻക്ലക്സാർ, പിന്നെ ഗവൺമെൻറ് എക്സാംസ്, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സുമാർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ ലൈവ് ക്ലാസ്സസും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.